ഹായ് ഡിയർ പേരൻസ്, ഇന്നത്തെ ലൈവുക്ക് എല്ലാരെയും ഞാൻ നിങ്ങളെ സ്വാഗതാക്കിയാണ്. ನಂಗ ಮಕ್ಕಳೇ ಪಡಿಪರ ಬಗ್ಗೆ ಪಡಿಪಲ್ ಬಂಡೆ ಕಾಂಪ್ಲಿಕೇಟರ್ ಬಗ್ಗೆ ನಂಗ കുറേ ഡിസ്കഷൻ ആക്കിയല്ലേ. അതില് 4 ടൈപ്പിലു ഒന്നാമത്തെ ജർക്കടിച്ചിട്ട് അല്ല അതിർത് എല്ലാം ഞങ്ങൾ കറക്റ്റ് ആയിട്ട് എന്തൊരു കാരണം കൊണ്ടിട്ടുണ്ട് അത് ഇത് എല്ലാം ഞങ്ങൾ ഡിസ്കഷൻ ആക്കിയ. ലാസ്റ്റത്തതില് ഞങ്ങൾ വർക്ക്ഷോപ്പ് കൊണ്ടുപോയെങ്കിലും മാത്രം സ്റ്റാർട്ട് ആവുന്ന ഗാഡി അല്ലേ, അതായിട്ട് ചർച്ച ആക്കിക്കൊണ്ടിരുന്ന്. അതിൽ ഞങ്ങൾ കിടാവല്ല കിടാവുற ഉൽഗത്തിലുള്ള സമസ്യ ഉണ്ട് ചെന്നിട്ടു കറക്റ്റ് ക്ലിയർ ആയിട്ട് ഞങ്ങൾ എന്താക്കി അതിരെ ഡിസ്കഷൻ ആക്കി അല്ലേ. കിടാവുറെ തലച്ചോറിലുള്ള ചില സ്പെസിഫിക് ഏരിയാസിൽ വേണ്ടതുപോലെ ഉള്ള വർക്ക് വേണ്ടതുപോലെ നടക്കാണ്ടാകുമ്പോ കയറ്റിക്കറ് ഈ കിടാവുകു കറക്റ്റ് ആയിട്ട് ഓതുക എഴുതുക അത് ഇതെല്ലാം കിട്ടില്ല എന്ന് ചെന്നിട്ട് പഠിച്ച. രണ്ടാമത്തെ ഇന്നാളത്തതിൽ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് അതിന് റീസൺ പ്രഗ്നൻസിയിലാ അല്ലെങ്കിൽ ഡെലിവറി ടൈമിലാ അല്ലെങ്കിൽ ഹെറിഡിറ്റി ആയിട്ട് അതായത് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും കാരണം കൊണ്ടിട്ടായിട്ട് അവിടെ ഡിസ്ഫങ്ഷൻസ് നടക്കരുണ്ട് ചെന്നിട്ടുള്ളതും ഞങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചല്ലേ. റെഡിയല്ലേ? വാവ്. കാരണം ഇതില് ഇങ്ങനത്തെ സമസ്യ അങ്ങ് നേരിടേ കുറെ പാരന്റ്സ് ആയിട്ട് ഇത് വലിയ ടച്ച് ആവരുത്. ഒക്കുപാവാ നണ്ടക്കിടാവും അങ്ങനെ ഇത്ര വർഷമായിട്ട് ആ സ്കൂളില് ചമ്മിങ്ങനെ ചേഞ്ചസ് ആക്കിയിട്ട് വൈത്ത് കുറെ ട്യൂഷൻ കൊടുത്തിട്ട് വൈത്ത് ഓ അവന് ഇത്തരത്തോളം ഈ ഒരു സമസ്യ കൊണ്ടിട്ടായിട്ടിക്കൂ അവനിങ്ങനെ അതിരെ ഏത് പഠിക്കും ഓതുകോ അത് ഇത് എല്ലാം ഇത്രയും കഷ്ടപ്പെടണോണ്ട് ഇന്നിട്ട് കുറെ പേരൻസ് അത് അർത്ഥമായിട്ടിരിക്കും. അത് നേരിട്ടോണ്ടുള്ള പേരൻസ് റൈറ്റ്. അപ്പൊ ഇണ്ട് ആ ഒരു ഏരിയയില് ഡെവലപ്മെന്റ് വേണ്ടതുപോലെ നടന്നില്ലെങ്കിൽ ആ ഒരു ഡിസോർഡേഴ്സ് ഒരു 3 ഡിസോർഡേഴ്സ് ഉണ്ട് അവിടെ. അതില് ഒന്നാമത്തേതായിട്ടിരിക്കുന്നത് ഡിസ്ലെക്സിയ ಅಂತ ಚೊಲ್ಲೆ. ಡಿಸ್ಲೆಕ್ಸಿಯ ಓದುಗು ಕಷ್ಟ ಬಂಡೆ ಮಕ್ಕ ಅಂದ್ರೆ അതായിട്ടിരിക്കുന്നത് ഏരിയാസ് ഓഫ് ഡിസബിലിറ്റി പ്രോസസിംഗ് ലാംഗ്വേജ്. അതായത് അങ്കങ്ങളെ റീഡിങ് ആ ഒരു ഏരിയാസ് അതങ്ക് വേണ്ടതുപോലെ ഓതുകു അങ്കാവുള്ള കൂട്ടിട്ട്. അപ്പൊ ഓതുകുള്ള സമസ്യത്തെ പേരായിട്ടിരിക്കുന്നത് ഡിസ്ലെക്സിയ ಅಂತ ചൊല്ലെ. അപ്പൊ അതില് കാണേണ്ട ചില സിംറ്റംസ് എല്ലാം ഉണ്ട്. ചില മക്കൾ ലെറ്റേഴ്സിന് എത്ര പഠിപ്പാട്ടിയെങ്കിലും അനക്കത് കൺഫ്യൂഷൻ അവിടെയാണ്. ഉറക്കെ ചൊല്ലാറ് പിന്നൊക്കെ ചൊല്ലുമ്പോ തതിക്കല്ലേ ആ ലെറ്റേഴ്സിന് എത്ര പെട്ടെന്ന് അങ്ങ് പഠിപ്പാട്ടി കൊടുത്തെങ്കിലും അപ്പൊ മാത്രിക്കര് പിന്നങ്ങ് ചൊല്ലകാവില്ല. അല്ലെങ്കിൽ ഒരു ലെറ്റർ പിന്നൊരു ലെറ്റർ ആയിട്ട് ചൊല്ലേ. ആ ഒരു സിംറ്റംസ് അത് ഇതെല്ലാം കണ്ടെങ്കിൽ അതവിടെ ഡിസ്ലെക്സിയറെ ആ ഒരു സിംറ്റംസ് കൊണ്ട് ഞങ്ങൾ അർത്ഥാക്കരുത് നല്ലതായിട്ട്. അതിന് ഓരോ എണ്ണായിട്ട് ഞാൻ ഓരോന്ന് ഞാൻ ചൊന്നോട്ട് വേണ്ടേ. അതിൽ ഒന്നായിട്ടിക്കറ് ലെറ്റർ നെയിംസ് അങ്ക് ടഫാവും. ലെറ്റർസേ അങ്ങ് പഠിക്കുക യാറെ കഷ്ടമാണ്. രണ്ടാമത്തത് ലെറ്റർ സൗണ്ട്സ്. ലെറ്റർ സൗണ്ട് ഉണ്ട്. ഇപ്പൊ ഓരോ പൂച്ചക്കുള്ള സൗണ്ട് ഉള്ളത് പോലെ പൂച്ചയുടെ സൗണ്ട് എന്തൊരു മിയാവും. അതേപോലെ ഇംഗ്ലീഷിലെ ഓരോ ലെറ്റേഴ്സ് ഓരോ ഫോണിക്സ് ഉണ്ട്, അതൊക്കെ സൗണ്ട് ഉണ്ട്. ഇതിപ്പോ എക്സാമ്പിൾ ബീർത് ചൊന്നെങ്കിൽ ബ്, പീർത് ചൊന്ന പീര സൗണ്ട് പ്, അങ്ങനെ ഉള്ള ഓരോ ലെറ്റേഴ്സ് ഓരോ സൗണ്ട്സ് അത് ഇതല്ലേക്ക്. ഇത് നമുക്ക് കുറെ കൺഫ്യൂഷൻസ് ആവും. അത് എത്ര പെട്ട് റിപ്പീറ്റ് ആയിട്ട് ഞങ്ങൾ ചൊന്നിട്ടിക്കുക എന്നെങ്കിലും പോലും നമുക്ക് വേഗം ഇതിരെ എന്തരാക്കുകയില്ലേ ക്യാച്ച് ആക്കുക ഭയങ്കര കഷ്ടമാണ്. അതിന് നെക്സ്റ്റ് ചെന്നെങ്കിൽ എനിക്ക് ഈ ഓതുർതലായെങ്കിലും ഒന്ന് ഇങ്ങനെ എടുത്ത് ഓരോന്നും എടുത്തിട്ട് ഓതര് ആ ഒരു ടൈപ്പിലുള്ള ചില മക്കിക്കറ എങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്கிறாங்க. അങ്ങനെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ കൊന്തവർ അങ്ങനെ എന്തൊരു അവർ പെർഫോമൻസ് വേണ്ടതുപോലെ ആക്കോകു
അത് ഇതെല്ലാം കഷ്ടപ്പെട്ടുകൊണ്ട് ഉള്ളാറിച്ചു വന്നിട്ടല്ല കറക്റ്റ് നിങ്ങൾക്ക് അതൊരു ಅರ್ಥ ಹಾಕೋಗಲ್ಲ ಅವರು ಅಂಕ ಪಿನ್ನ ಇದು ಎವಡೆ ಸ್ಟಾಪ್ ಹಾಕೋಣು ಎವಡೆ ಅದರ ಕಂಟಿನ್ಯೂ ಹಾಕೋಣು ಅದು ಇದ್ರೆ ഒരു ലൈസൻസും അങ്കിക്കല്ല റൈറ്റ് പിന്നെ അങ്ക് ഈ ബ്ലെൻഡിങ് വേർഡ്സ് അതായിട്ട് ഡിഫിക്കൽട്ടീസ് ബ്ലെൻഡിങ് സൗണ്ട്സ് ടു വേർഡ്സ് അതായത് ബ്ലെൻഡിങ് ചെന്നെങ്കിൽ 2 ലെറ്റേഴ്സ് ഇക്കറ് ഒരു സൗണ്ട് പണ്ടത് എക്സാമ്പിൾ ചെന്നെങ്കിൽ ബ്രാൻഡ് എന്ന് ചൊല്ലുമ്പോൾ ബ്ര ബ്ര ബിയും പണ്ട് ആറും പണ്ട് അവിടെ അപ്പൊ അതവിടെ ബ്ലെൻഡ് ആവുന്നത് അതായിട്ടിക്കരുത് ബ്ലെൻഡിങ് സൗണ്ട് അത് അങ്ങനെ വേർഡ്സ് എല്ലാം ഇപ്പൊ എക്സാമ്പിൾ സ്റ്റോപ്പ് ഉണ്ട് ചൊല്ലുമ്പോ അങ്ങനെ സോപ്പ് ഉണ്ട് ചൊല്ലേ അങ്ങ് ആ ബ്ലെൻഡിങ് ആക്കുക ഭയങ്കര കഷ്ടമാണ് പിന്നെ അതേപോലെ ആയിട്ടിക്കറിയത് ഇതിരെ എല്ലാം എനിക്ക് ഏതെങ്കിലും ഒരു ലെറ്റർ കണ്ടെങ്കിൽ കണ്ടെങ്കിൽ കണ്ടുണ്ടാക്കറിങ്ങനെ അങ്ങനെ തലയിൽ എന്തിരെ ആ ഒരു ടൈമിൽ ഫ്ലാഷ് ആവറു അതിരിങ്ങനെ ഒമിറ്റ്സ് ആക്കറ് അതിരങ്ങ് ഓതറ് റൈറ്റ് പിന്നെ എനിക്ക് ഇനി എല്ലാം ഇങ്ങനെ എങ്ങനെ തപ്പി തപ്പി തപ്പിട്ട് ഈ ടൈപ്പിലെല്ലാം ഓതി 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 വന്നെങ്കിലും എനിക്ക് ലാസ്റ്റ് ഇതില് എന്തിനെനിക്ക് അർത്ഥം ഇരില്ലേ എന്ന് കേട്ടെങ്കിൽ പോലും ഇങ്ങക്ക് എന്തിനാവല്ലേ വേണ്ടതുപോലെ അതിന് എന്തൊരു അർത്ഥായിട്ട് ചെന്നിട്ടു അങ്ങോട്ട് കേട്ടെങ്കിൽ അങ്ങെന്ത് അർത്ഥം ഇരിക്കല്ല അതാ ഓതിയത് ഓതുക കറക്റ്റ് ആയിട്ട് ആ ലെവലില് ക്ലിയർ ആയിട്ട് ഇന്നെങ്കിലല്ലേ ഇത് അവനുക്ക് എന്തിനാ അവര് കറക്റ്റ് ആയിട്ട് ಅದಕ್ಕುಲ್ಲೇ ಅರ್ಥ ಆಯ್ತು ಎಂದ್ರೆ ಅವನು ಚೊಲ್ಡೆ ಇനി അതേ സ്റ്റെപ്പ് അവനുക്ക് ക്ലിയർ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ക്രിക്കടാവു ഇങ്ങനത്തെ കല്ല ചൊന്നെങ്കിൽ എന്തിനാ വന്നിട്ട് ഈ ഒരു എല്ലാം ഊഹിച്ചിട്ട് ഇങ്ങനെ ഓതൊരു ഒരു ശൈലിയായിട്ടിരിക്കും അങ്ങനെ അവർ ജർക്കല്ല കറക്റ്റ് ഫീൽ അവർ ഇതല്ല കറക്റ്റ് നിങ്ങളെ മക്കളെ ഒരു 10 minutes അങ്ങോട്ടേക്ക് ഈ ഓതര ടൈമുള്ളൂ ഞങ്ങൊന്ന് തെച്ചിട്ട് കൊടുത്തെങ്കിൽ ഞാനിപ്പൊ ഈ ചൊന്ന് സിംറ്റംസ് എന്തായാലും ഇത് നേരിട്ടോണ്ടില്ല മക്കൾക്ക് കറക്റ്റ് നിങ്ങക്ക് ഫീൽ ആവും അപ്പൊ അതേ ഞങ്ങക്ക് ഗൊന്തൈക്കേത് ಇದಕ್ಕೆ ಕಿಡಾವು ಡಿಸ್ಲೆಕ್ಸಿಯಾ ಚೊಲ್ಡೆ ಲೇರ್ನಿಂಗ್ ಡಿಸಬಿಲಿಟಿಯುಳ್ಳ ഒരു ഇതായിട്ടിക്കറ് എന്തൊരു പ്രോബ്ലംസ് ആയിട്ടിക്കറിയത് ഡിസ്ലെക്സിയ ചൊല്ലത് അപ്പൊ ഈ ഡിസ്ലെക്സിയ കിടാവ് കൊണ്ടുകൊണ്ട് ചെന്നിട്ടു ഞങ്ങക്ക് കറക്റ്റ് ആയിട്ട് അർത്ഥാക്കുകയാവും അപ്പോ ഇതിരെയെല്ലാം കറക്റ്റ് ഇത് ഡിസ്ലെക്സിയ അത് ഇത് എല്ലാം നേരിട്ടുകൊണ്ടുള്ള ഒരു കിടാവ് അത് ഇതെല്ലാം ഇന്നെങ്കിൽ അവിടെ ഞങ്ങൾക്ക് പിന്നെ ಅವನಿಗೂ ಯಾರತ್ತದು ಸ್ಕೂಲು ചെന്നിട്ടു ಅವನಿಗೂ ಬಿಟ್ಟಿಟ್ಟು ಅದು ಇಟ್ಟಿಟ್ಟು ಕಾರ್ಯ ಎಂದು ಇಲ್ಲ ಅಪ್ಪ ನಂಗೆ ಅದು ಅಪ್ಪನೇ ಅರ್ಥ ಹಾಕೋನು ಎಂದರೆ ಇದರ ಮುನ್ನೊಲ್ತೆ ಆ ഒരു ലൈവിലെല്ലാം ನಾನು ഡിസ്കഷൻ ആക്കിട്ടിരുന്നേ ഇത് തലച്ചോറ് ആ റീഡിങ് ഏരിയ പ്രോസസ് നടക്കുന്ന ഏരിയ ബ്രോക്രാസില് അവിടെ വേണ്ടതുപോലെ ഫങ്ഷന് നടക്കാത്ത കാരണം കൊണ്ടിട്ടേറ്റിക്കറ് ഈ കിടാവുക ഇങ്ങനെ ബണ്ടേന്റ് ചെന്നിട്ടു അത് നല്ല ഒരു സൈക്കോളജിസ്റ്റ് ചൈൽഡ് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അതുക്കുള്ളേ റെമഡി അത് ഇതെല്ലാം ക്ലിയർ ആക്കിയെങ്കിൽ ഈ ಬಂಗಾರಿಗೆ ಎಂದರೆ ಅವರು ಈ ರೀಡಿಂಗ್ ಪ್ರಾಬ್ಲಮ್ಸ್ ಅವನಿಗೂ ಸೋಲ್ವ್ ಆವನು അതായിട്ടിക്കറ് എന്നില്ലാണ്ട് അവനക്ക് കുറെ അടിച്ചിട്ട് അല്ലെങ്കിൽ കുറെ ആൾ മാറമുട്ട ട്യൂഷന് കടത്തിട്ട് അവന്റെ ഇങ്ങനെ നട്ടം തീർപ്പാട്ടിട്ട് കാര്യം എന്തും ഇല്ല റൈറ്റ് അപ്പൊ ഈ ഒരു വിഷയം കൂടി ഞങ്ങൾ അർത്ഥാക്കിയെങ്കിൽ നെക്സ്റ്റ് എത്തത് റൈറ്റിംഗിൽ നേരിട്ടോണ്ടുള്ള ആ ഒരു പ്രോബ്ലംസ് എന്തിനെ ചെന്നിട്ടും ഞങ്ങക്ക് പഠിക്കാം നാളത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് കാണാം. Nice to meet you. See you again. Bye bye.